ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പുത്തൻപള്ളിയുടെ മുമ്പിലാട്ടോ. ഞാനും എൻ്റെ വൈഫും മകനും കൂടിയിട്ട് പുത്തൻപള്ളി കാണാൻ വന്നിരിക്കുകയാണ്. മുമ്പ് ഞാൻ പുത്തൻപള്ളിക്ക് കാണാൻ വന്നിട്ടുണ്ടെങ്കിലും പുത്തൻപള്ളി മാത്രമാണ് കണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി അല്ല വന്നിരിക്കുന്നത്. പുത്തൻപള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ബൈബിൾ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഈ ബൈബിൾ ടവറിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെയ്ക്കും ബൈബിൾ ടവറിൽ കയറിയിട്ടില്ല. ഒരു തവണ വന്നപ്പോൾ അന്ന് കോവിഡ് ടൈം ആയിരുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോ പുത്തൻപള്ളിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോവിഡ് ടൈമിൽ ആയതുകൊണ്ട് നമുക്ക് ബൈബിൾ ടവറൊക്കെ അടച്ചിട്ടുകൊണ്ട് കയറ്റിയില്ല. ഇത്തവണ എന്തായാലും ബൈബിൾ ടവറിലൊന്ന് കയറി തൃശ്ശൂർ സിറ്റിയുടെ ഒരു ദൃശ്യമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഞായറാഴ്ച കുർബാനയൊക്കെ നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ബൈബിൾ ടവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് ആണ്. അതായത് പുറമേ നിന്നുള്ള അതിൻ്റെ ഒരു ദൃശ്യമാണ്. ഭയങ്കര ഹൈറ്റാണ്, വെള്ള പെയിൻ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാണുന്നത്. വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള പള്ളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. 5 നില വരെ ലിഫ്റ്റ് പോകുള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കയറാം. നമുക്ക് സ്വന്തമായിട്ട് കയറേണ്ടി വരും, ലിഫ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ എൻട്രൻസിനായിട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ ആരൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലും പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരാണ് വരച്ചിരിക്കുന്നത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ ഒരു എൻട്രൻസ് എന്നത്. ഈ ലിഫ്റ്റിൽ കൂടെ കയറണം, അല്ലെങ്കിൽ ആ സൈഡിൽ കൂടെ ഒരു കോണിയുടെ സ്റ്റെയർ കേസ് ആയി പോകണം. ഇവിടെ നിഹാർ ദൃശ്യങ്ങളൊക്കെ കണ്ണുള്ള തിരക്കിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ 5ാമത്തെ നിലയിൽ ഇപ്പോൾ ലിഫ്റ്റ് കയറി എത്തി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ചില്ല് ജാലകം എന്ന് പറയുന്ന ചില്ലിൻ്റെ ഉള്ള കഥകളുണ്ട് ഒരുപാട്. അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് വരുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം നല്ല കാറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ ചില്ലുകൂട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ബൈബിൾ കേട്ടോ. പല തരത്തിലുള്ള ബൈബിളുകളാണ്, പല ഭാഷയിലുള്ളത്, പല വലുപ്പത്തിലുള്ളത് ബൈബിളുകളാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ഭാഷയിലാണെന്നുള്ളതും എപ്പോഴാണ് ഇത് പ്രസിദ്ധീകരിച്ചുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചില്ലുകൂട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അവർ. പല ഭാഷകളുള്ളതുണ്ട്. നമ്മളുടെ ഹിന്ദിയിലുള്ളതുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് ഒരുപാട് ഭാഷകളുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് ഭാഷകൾ ഉള്ള ബൈബിളുകളാണ് ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നിഹാറിന് തൃശ്ശൂരൊക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പള്ളിയുടെ മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ പള്ളിയുടെ 2 ഗോപുരങ്ങളൊക്കെ ആണ് കേട്ടോ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഗോപുരമാണിത്. നമ്മൾ പള്ളിയിലേക്ക് എൻട്രൻസ് നമ്മൾ കണ്ടില്ലേ, അതാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ തൃശ്ശൂർ ടൗണിലെ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ റൂഫൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റോട്ടോ. ആ അറ്റത്ത് കാണുന്നുണ്ടല്ലേ, അതാണ് നമ്മളുടെ ഇപ്പോൾ തൃശ്ശൂർ ആകാശപാത വന്നിട്ടില്ലേ, ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ ആ ഒരു ആകാശപാതയാണ് ആ കാണുന്നത്. ഞാൻ വിരലുകൊണ്ട് കാണിക്കുന്നില്ലേ അതിനവിടെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ 2 ഗോപുരങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെപ്പോഴും ഫ്രണ്ടിൽ നിന്നുള്ള സൈറ്റ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നുള്ളൊരു സൈറ്റാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് ആ പള്ളിയൊക്കെ നിൽക്കുന്നത്. ശരിക്കും അതിൻ്റെ ഉള്ളിലാണ് അതായത് ആ കുർബാനയൊക്കെ നടക്കുന്നത്. ഇവിടെ നിഹാർ കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ ദേവാലയങ്ങളിലേക്കൊക്കെ വരുമ്പോഴേ നമുക്ക് എപ്പോഴും ഒരു പ്രത്യേകിച്ച് ഈ പുത്തൻപള്ളിയിൽ വരുമ്പോൾ ഭയങ്കര സൈലൻസാണ്. അത് പള്ളിയുടെ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഭയങ്കര സൈലൻസാണ്. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് മണിയടികളും അങ്ങനെ ഒരു ഭജനകളും അങ്ങനെയൊക്കെ കേൾക്കാമല്ലോ. ഈ പള്ളിയിൽ വരുമ്പോൾ അവർ കുർബാന ടൈമിലാണെങ്കിൽ മാത്രം അങ്ങനെ കുർബാന അങ്ങനെ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും.
അല്ലാത്ത സമയത്ത് വേറെ ബഹളങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സൈലൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് ഈ പുത്തൻപള്ളിയിൽ വരുമ്പോൾ ഭയങ്കര സൈലൻ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് പുറമേ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം ഇറങ്ങി വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ ഒരു ഭംഗിയൊന്ന് ആസ്വദിക്കാമെന്ന് വെച്ചു. ആണോ, ശരിക്കും നമ്മളൊരു യൂറോപ്പിലൊക്കെ എത്തിയ പോലെ ഒരു പ്രതീതി. അങ്ങനെ ഒരു വഴി, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വഴിയുണ്ട്. ഇവിടെ പതുക്കെ നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് എത്താം. അതായത് നമ്മൾ മുമ്പ് കണ്ട 2 ഗോപുരമില്ലേ, ഫ്രണ്ടിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ട ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ച് കാണിച്ചാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.